ഇതാണ് പോൺസി സ്കീം, ഇതാണ് പിരമിഡ് സ്കീം. രണ്ടും തട്ടിപ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ്. പക്ഷേ എന്താണ് വ്യത്യാസം? ഒരു പോൺസി സ്കീമിൽ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ഉയർന്ന ലാഭം അല്ലെങ്കിൽ റിട്ടേൺസ് വാഗ്ദാനം ചെയ്യും. പലപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതമാണ് ഇങ്ങനെ റിട്ടേൺസ് ആയിട്ട് തരുന്നത് എന്നാവും പറയുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ഇതിൽ ചേർക്കണ്ട, പൈസ എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാവും വാഗ്ദാനം. ഒരു പോൺസി സ്കീമിൽ നിങ്ങൾ പണം ഇട്ടാൽ നിങ്ങളുടെ പണം പോകുന്നത് ആ സ്കീമിൽ നിങ്ങൾക്ക് മുന്നേ ചേർന്ന ആൾക്കാർക്ക് റിട്ടേൺസ് കൊടുക്കാനായിരിക്കും. അതായത് ഇതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും നടക്കുന്നില്ല. ഇവരൊന്നും എവിടെയും പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമില്ല, വെറും റോളിംഗ് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ ഒരു പോൺസി സ്കീം പൊട്ടും. പിരമിഡ് സ്കീമുകളും വാഗ്ദാനം ചെയ്യുന്നത് ഹൈ റിട്ടേൺസ് ആയിരിക്കും പോൺസി സ്കീമുകളെ പോലെ. പക്ഷേ ഇതിൽ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആൾക്കാരെ ചേർക്കേണ്ടി വരും. പേര് പോലെ തന്നെ പിരമിഡ് സ്കീമുകൾക്ക് ഒരു പിരമിഡ് സ്ട്രക്ചർ ഉണ്ടാവും. കമ്മീഷൻ ഓരോ ലെവലുകളായിട്ട് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും. അതായത് നമ്മൾ ഒരാളെ ചേർക്കുന്നു, നമ്മളിട്ട പൈസയിൽ നിന്നും ഒരു കമ്മീഷൻ അയാൾക്ക് കിട്ടുന്നു. നമ്മൾ നമ്മുടെ താഴെ രണ്ടുപേരെ ചേർക്കുന്നു, അവരിടുന്ന പൈസയിൽ നിന്നും കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഒരു പങ്ക് നമ്മളെ ചേർത്ത് ആൾക്കും ലഭിക്കുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആളെ ചേർത്ത് 12 ലെവൽ എത്തുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്തി. 13 ലെവൽ എത്തുമ്പോൾ ലോകത്തിലെ ജനസംഖ്യയും. അതായത് ഇതൊക്കെ എന്തായാലും പൊട്ടുമെന്ന്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്ന തട്ടിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. മോറിസ് കോയിൻ, ഹൈറിച്ച്, മൈ ക്ലബ് ട്രേഡേഴ്സ് തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ ഒരു പോൺസി പിരമിഡ് സ്കീം എന്നാണ് എനിക്ക് വിളിക്കാൻ താല്പര്യം. കാരണം ഇതിലൊക്കെ പോൺസി സ്കീംസ് പോലെ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമെന്നുള്ള വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ആളെ ചേർക്കുമ്പോൾ പിരമിഡ് മാതൃകയിൽ കമ്മീഷനും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പോൺസി സ്കീമിന്റെയും പിരമിഡ് സ്കീമിന്റെയും ഒരു ഹൈബ്രിഡ് സെറ്റപ്പില് ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഓടുന്നത്. ട്രിവ, അപ്പെക്സ് ടോക്കൺ, സെറ തുടങ്ങി ഒരു ലോഡ് തട്ടിപ്പുകൾ ഇപ്പോഴും ഇതേ മാതൃകയിൽ തന്നെയാണ് ഓടുന്നത്. സൂക്ഷിക്കുക.